ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിലും അതുപോലെ തന്നെ അതിനുശേഷവും നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി, ആരോപണത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതോടെ, ചാർജ് ചെയ്തതോടെ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, സ്ഥാനം ഒഴിയണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് SIT ഫോം ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന, ഈ നടപടികൾ എടുക്കുന്ന സിനിമാ രംഗം സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു എന്താണ് ആക്സസിബിളായിട്ടുള്ള, സേഫായിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റുന്നതിന്, അവിടെയും സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിന് എല്ലാവരും ഇപ്പോൾ പിന്തുണയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ശ്രീ മുകേഷ് ആ MLA സ്ഥാനം രാജിവെക്കേണ്ടത്. സർക്കാർ അത് രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിൽ സർക്കാരിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും, സിൻസിയറായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള സർക്കാരിൻ്റെ ഈ പരിശ്രമത്തെ, ഇതിനെ വലിയൊരു പ്രതീക്ഷയോടെയാണ് രാജ്യത്തെ മറ്റ് സിനിമാ മേഖലകളെല്ലാം, അത് തമിഴ് സിനിമാ മേഖലയായിരുന്നാലും അതല്ല ഹിന്ദി സിനിമാ മേഖലയിരുന്നാലും അവിടുന്നൊക്കെ തന്നെ അവരൊക്കെ തന്നെ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഇത്തരത്തിലൊരു മുൻകൈ നടപടി സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളിലെ സർക്കാരിന് അതായിക്കൂടാ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്ന അവർ ചാനൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഏറ്റവും, എന്നോട് ചോദിച്ചാൽ ഇതൊരു വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മുൻകൈ നടപടി എന്ന് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രാജ്യത്ത് ഓരോ നിമിഷവും സ്ത്രീകൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഒരു വിഷയം വലിയ സെൻസേഷണലൈസ് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ അത് കൊണ്ടു നടക്കുന്ന ദിവസങ്ങളിൽ മാത്രം അത് വിഷയവും, പിന്നീട് അങ്ങോട്ട് അതൊരു ചർച്ചയെ അല്ലാതായി മാറുന്ന ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ധൈര്യപൂർവ്വം വന്നുകൊണ്ട് ഇത്തരം നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ അതിനോടൊപ്പം നിൽക്കണം. കേരളത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിന് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. അതിൻ്റെ ഗൗരവത്തിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇതിനെ കാണുമെന്നും അതിൻ്റെ ഭാഗമായി ഏറ്റവും ആദ്യം തന്നെ ഈ ശ്രീ മുകേഷിനോട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടും. അദ്ദേഹം അത് സ്വമേധയാ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അക്കാര്യം ഉറപ്പാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വാദം കോൺഗ്രസ് MLA-മാർ മുൻപ് രാജിവെച്ചില്ല എന്ന വാദമാണ് വരുന്നത്. അതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ വാദമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആരെങ്കിലും വ്യക്തികൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും, അവരങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്തു കൊള്ളണമെന്നാണോ, അല്ലെങ്കിൽ അതുപോലുള്ള ക്രൈമുകൾ ചെയ്യണമെന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ക്രൈം ചെയ്താൽ ഒരു ശിക്ഷയുമില്ലാതെ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ഇല്ലാതെ അങ്ങനെ പോകാമെന്നാണ്? അതൊന്നുമല്ല. അത് ഗവൺമെൻറ്റിൻ്റെ പൊസിഷനാണ് അതെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഏതെങ്കിലും ഇൻഡിവിജ്വൽ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടാകും അത്തരം അല്ല, ഒരു ക്രൈമിനെ മറ്റൊരു ക്രൈം കൊണ്ട് മറയ്ക്കാനാവില്ല. അതല്ല അതിൻ്റെ മറുപടി, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം അതല്ല. CP മുകേഷ് രാജിവെച്ചില്ല എങ്കിൽ അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകും? സർക്കാരിൻ്റെ പ്രതിച്ഛായ എന്ന് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി കമ്മീഷന് മുമ്പാകെ വന്ന് അവരുടെ ടെസ്റ്റ് മണി കൊടുത്തിട്ടുള്ള സ്ത്രീകൾ, അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്ര ചെറിയ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്തുകൊണ്ട് എന്തോ ഒരു റിപ്പോർട്ട് ജനത്തിൻ്റെ മുന്നേ സമർപ്പിച്ചതിന് ശേഷം എത്രയോ സ്ത്രീകൾ വളരെ തുറന്ന് ധൈര്യസമേതം വന്നിരിക്കുക. ആ ധൈര്യം എവിടുന്നാണ് ഉണ്ടായത്? സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം ഒരു SIT കെട്ടിപ്പടുത്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നു, ഫോം ചെയ്തുകൊണ്ട് ഇത് അന്വേഷിക്കുന്നു. ഇതിൽ നീതി ലഭിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പം ഇത്തരം ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ, പവർ ആൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു കുറ്റത്തിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വരികയും അതേ ഗവൺമെൻറ് തന്നെ അത് പരിശോധിക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യസന്ധവും നീതിപൂർവ്വതയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തോടെ സംസ്ഥാന സർക്കാർ ഇതിനെ കാണുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായ വേട്ടയാടലുകൾ പരിശോധിക്കുന്നതിനല്ല
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്ത് സംസ്ഥാന സർക്കാർ ഫോം ചെയ്യുകയും അവരതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അല്ല, അത് സഖാവ് ബിനോയ് വിശ്വം അതിൻ്റെ കാര്യങ്ങൾ പറയും. അത് ബിനോയ് വിശ്വത്തിന് വേണ്ടി പറയാനുള്ള ആളല്ല, അതിന് ഞാൻ മുതിരുന്നില്ല. അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. ആ സംസ്ഥാനത്ത് സെക്രട്ടറി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയും. ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ പരാതിയുമായി എത്തിയിരിക്കുന്ന നിരവധി താരങ്ങളുണ്ട്, നിരവധി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട് സിനിമയിൽ. അവർക്കൊപ്പമാണ് എന്നൊരു തോന്നൽ കൂടിയല്ലേ ഈ ഘട്ടത്തിൽ സർക്കാർ കൊണ്ടുവരേണ്ടത്? തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ വളരെ ഗൗരവത്തിൽ അത്തരമൊരു സംവിധാനം ക്രിയേറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? ഈ സ്ത്രീകളോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇവരോട് ആവർത്തിക്കുക, അങ്ങനെ ചില ആദ്യമൊക്കെ തുടക്കത്തിൽ കേട്ടില്ലേ, പരാതി കൊടുത്താൽ പരിശോധിക്കുക, അങ്ങനെയൊക്കെ പറയുന്നത്. അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മാറി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഇത് അതീവ ഗൗരവത്തിൽ എടുത്തിരിക്കുകയാണ്. ആ ടീം അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതല്ല ഇനി അവർ ഓണം കഴിയട്ടെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ അതിനോട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ ഫങ്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ കണ്ടില്ലേ നമ്മൾ കുറേ ആളുകളെ അവരുടെ മൊഴിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നിങ്ങൾ തന്നെയാണ് അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ മുകേഷിൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ആക്രമണമാണ്. ഇത്തരം സംഭവങ്ങൾ, ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഇങ്ങനത്തെ ഒരു നറേറ്റീവ്, ഇടതുപക്ഷ ആക്രമണം എന്നുള്ള നറേറ്റീവ് കൊണ്ടുവരുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണോ? അല്ല, ഓരോരുത്തരും അവരവരുടേതായ ലെവലിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് ഇതെങ്ങനെ CPM നേതാക്കളും അതേ വാദം തന്നെ ഉന്നയിച്ചു, ഇടതുപക്ഷത്തിനെതിരെയുള്ള ആക്രമണം. ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ അത് സ്ത്രീപക്ഷ നിലപാടാണ്. അതെന്താണ് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാകാത്തവരാവാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത് ഇടതുപക്ഷം അങ്ങനെ ഒരു ആരോപണം വെറുതെ അങ്ങ് ഉന്നയിച്ചാൽ ഉടനെ തകരുന്നതല്ല ഇടതുപക്ഷം. ആ ആരോപണം ഉന്നയിച്ചാൽ അതിനെതിരെ അത് പരിശോധിക്കുന്നതിനും അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കുന്നതിനുമുള്ള എന്താണ് പറയുക, ഒരു കറേജുള്ള, അതിന് ആർജവമുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഇപ്പോൾ PK ശ്രീമതി ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, നിയമത്തിൽ മാറി നിൽക്കണം എന്നെവിടെയും പറയുന്നില്ല എന്നുള്ളത്. അല്ല, നിയമത്തിൽ മാറി നിൽക്കാതെ ഇന്നലെ ഞാൻ കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവരാരായിരുന്നാലും അവർക്കൊരു നടപടി ഉണ്ടാവണമെന്നാണ്. തീർച്ചയായിട്ടും ഇതിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ആണ്. ആ ഭരണകക്ഷിയിൽപ്പെട്ട MLA-മാരായിരിക്കുന്നു, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇത്തരം ഒരാരാണ്, പ്രത്യേകിച്ച് സ്ത്രീ ഈ ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് വന്നാൽ ആ പൊസിഷനിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും യുക്തമായിട്ടുള്ളത്. അത് ചെയ്യണം. ഇത്രയൊക്കെ ആയിട്ടും CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല മുകേഷിന്റെ കാര്യത്തിൽ. ഒരു കാര്യമായി വീണ്ടും CPM-ന്റെ നിലപാട് പറയേണ്ടത് CPM ആണ്. ഞാൻ ഇവിടെ ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ഒരു CPI-കാരി എന്ന നിലയിലുമാണ് സംസാരിക്കുന്നത്. ആനിരാജ സംസാരിക്കുകയായിരുന്നു. വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണം. അത് സിനിമാ നയ രൂപീകരണ സമിതി അംഗമെന്ന സ്ഥാനമല്ല, MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുകയാണ്. അത് ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി കൂടി പറയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം ഇപ്പോൾ തന്നെ LDF രണ്ട് തട്ടിലായിരിക്കുന്നു, കൃത്യമായ രണ്ട് തട്ടിലായിരിക്കുന്നു മുകേഷ് രാജിയുടെ കാര്യത്തിൽ എന്ന കാര്യത്തിലും തർക്കമില്ല. ഏത് രീതിയിൽ ആ തർക്കം ഡെവലപ്പ് ചെയ്യുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ടത്.